നമുക്ക് മുറിച്ച് നോക്കാം മൂത്തൊന്ന് മുറിച്ച് നോക്കിയിട്ട് നമുക്ക് വെട്ടിയിരിക്കി എടുക്കാം. നല്ല മൂത്തുണ്ട്. വീസാക്കി എടുത്താലേ ചുളേനെടുക്കാൻ എളുപ്പമാണ്. വറുക്കാനുള്ള ചക്ക അരിയാണ്. ചക്ക ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ നീട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്തിട്ട് തിന്നണം. ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കഥ ഇങ്ങനെ ഓർക്കുകയാണ്. പണ്ടൊരു സ്ത്രീ അതിൻ്റെ ഭർത്താവിനോട് വഴക്ക് കൂടി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ചക്ക തന്നെയാണെന്ന് പറഞ്ഞു. വീട്ടിൽ രാവിലെ ചക്ക കിടക്കുന്നുണ്ട്, ചക്ക ഇട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. അവൾക്ക് വേറെ ചെറിയ കൊച്ചുണ്ട്. അപ്പോൾ അവൾക്ക് വിഷമായി. ഇയാളിങ്ങനെ പറഞ്ഞു പെട്ട് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്കൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇവൾ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോവുകയാണ്. ഇയാളെ കാണാണ്ട് ഇറങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾക്ക് സങ്കടമായി. അയാൾ വേഗം ഇയാളെ അന്വേഷിച്ച് പോവുക. ഇവിടെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അന്വേഷിച്ച് മുമ്പ് ഒരാൾ കണ്ടു. ഒരു നായരെ കണ്ടു. നായരങ്ങനെ പോത്തേറി പുലി ചുമന്ന ആന മടിയിൽ തിരുകി വരുന്ന നായരെ ഇരുകാലിൽ മൂവരെ കണ്ടോന്ന് അയാളോട് ചോദിക്കുകയാണ്. ഇയാളുടെ ഭാര്യ ഗർഭിണിയാണ്, ഒരു കൊച്ചു വയറ്റിലുണ്ട്, ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെ ചോദിക്കുകയാണ് ഇരുകാലിൽ മൂവരെ കണ്ടോന്ന്. അപ്പം നായർ പറഞ്ഞു ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് നായർ പോയി. ഈ നായർ പോത്തേറി എന്ന് പറയുമ്പോൾ പോത്തിൻ്റെ തോലും കൊണ്ട് ചെരുപ്പ് ഇട്ടു, പുലിയുടെ തൊലി കൊണ്ടുള്ള തൊപ്പിയും വെച്ച്, ആനയുടെ കൊമ്പ് കൊണ്ടുള്ള പിച്ചാത്തി എളിയിൽ വെച്ച് ആന മടിയിൽ തിരുകി വരുന്ന നായരെ ഇരുകാലിൽ മൂവരെ കണ്ടോ, 2 കാലിലും 3 പേര് പോണ കണ്ടോ. ഇയാൾ ചോദിക്കുക സങ്കടം കൊണ്ട്. കിട്ടിയില്ല. എന്നിട്ട് എങ്ങനെ അന്വേഷിച്ചെന്ന് വെച്ച് പോകണ്ടായിരുന്നു. അതിലൊന്നും കിട്ടിയെന്നറിയില്ല. അപ്പോൾ കഥ എങ്ങനെ തീർന്നു. അതുകൊണ്ട് ഞാൻ ചക്ക അരിഞ്ഞ് കഴിയാനായി. ചക്ക അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വറുത്ത് കാണിക്കാം. നമ്മൾ ചക്കയൊക്കെ വറുക്കാനുള്ള ചക്ക അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്ന് ഇനി നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചക്ക ഇടുകയാണ്. ചക്ക ഇട്ടിട്ട് പാകത്തിന് ചൂടിന് ചെറിയ ചൂടിന് വെച്ചെങ്കിലാണ് നന്നായിട്ട് ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉണങ്ങി കിട്ടില്ല. അത് കുറച്ചുകൂടെ ഇടാമെന്ന് തോന്നുന്നു. ഇതൊന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വേണ്ട ഉപ്പും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു 2 സ്പൂൺ ഒഴിച്ചിട്ട് 2 സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കുമ്പോൾ ചെറിയ ചൂടിന് ഇങ്ങനെ ഇരുന്ന് വെന്ത് കഴിയുമ്പോൾ ചക്ക വറുത്ത് പാകമായി കഴിയുമ്പോൾ നമുക്ക് കോരി ചട്ടിയിൽ ഇട്ട് വയ്ക്കണം. സൗണ്ട് കേട്ടില്ല, നല്ല കിലുകിലാന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ നല്ലതായിട്ട് ഉണങ്ങിയിട്ട് നല്ല രസമായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിരത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ എടുത്ത് തിന്നാൻ നല്ല രസമാകും. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് എണ്ണ പോട്ടെ, ഇതിലേക്ക് ഇട്ട് വയ്ക്കാം. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഇതിലേക്ക് ഇടാൻ പോകണേ. അപ്പോൾ നമ്മൾ ചക്ക വറുത്ത് തീർന്നു. അതിലേക്ക് കുറച്ച് കരിയാപ്പില വറുത്ത് ഇട്ട് ഇത് പൊടിച്ച് നമുക്കത് ചേർക്കാം. അപ്പം നല്ല രസമായിട്ടുണ്ട്. അത് തിന്നുമ്പോൾ നല്ല രുചി കിട്ടും. അതിന് വേണ്ടിയിട്ട് കരിയാപ്പില വറുത്ത് വരികയാണത്. ഇതിലേക്ക് ഇപ്പം തന്നെ ഇടും. ചക്ക വറുത്ത് കഴിഞ്ഞു. നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കരിയാപ്പില നമുക്കിങ്ങനെ പൊടിച്ചിടണം. ചക്ക വറുത്ത എപ്പിസോഡ് എല്ലാവരും കണ്ട് എനിക്ക് ലൈക്ക് അടിക്കുക. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. അടുത്ത എപ്പിസോഡായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ.